സത്യം സത്യമായി അരുളിയ തിരുവചനം, നിത്യസത്യമായി അരുളിയ ദിവ്യവചനം, ശാന്തിയായി ദീപമായി വിടുതലായി രക്ഷയായി സത്യവചനം. സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ. രുചിച്ചിടുവിൻ അവൻ നല്ലവനല്ലോ, ആസ്വദിക്കുവിൻ അവൻ ശ്രേഷ്ഠനല്ലോ. പുകഴ്ത്തിടുവിൻ അവൻ ഉന്നതനല്ലോ, കീർത്തിക്കുവിൻ അവൻ വല്ലഭനല്ലോ. രുചിച്ചിടുവിൻ അവൻ നല്ലവനല്ലോ, ആസ്വദിക്കുവിൻ അവൻ ശ്രേഷ്ഠനല്ലോ. പുകഴ്ത്തിടുവിൻ അവൻ ഉന്നതനല്ലോ, കീർത്തിക്കുവിൻ അവൻ വല്ലഭനല്ലോ. ഏകിടമാരാധന പാടിടാം സ്തുതികൾ, ഏകിടമാരാധന പാടിടാം സ്തുതികൾ. വണങ്ങിടാം അവൻ മുൻപിൽ, യേശുവെ പോലാരുമില്ല. വണങ്ങിടാം അവൻ മുൻപിൽ, യേശുവെ പോലാരുമില്ല. മശിഹായേ നീ അഭിഷിക്തനല്ലോ, ക്രിസ്തുവേ നീ രക്ഷകനല്ലോ. രാജാവേ നീ സർവാധികാരിയല്ലോ, പ്രഭാത താരമേ നീ തേജസ്സുള്ളവൻ. മശിഹായേ നീ അഭിഷിക്തനല്ലോ, ക്രിസ്തുവേ നീ രക്ഷകനല്ലോ. രാജാവേ നീ സർവാധികാരിയല്ലോ, പ്രഭാത താരമേ നീ തേജസ്സുള്ളവൻ. ഏകിടമാരാധന പാടിടാം സ്തുതികൾ, ഏകിടമാരാധന പാടിടാം സ്തുതികൾ. വണങ്ങിടാം അവൻ മുൻപിൽ, യേശുവെ പോലാരുമില്ല. വണങ്ങിടാം അവൻ മുൻപിൽ, യേശുവെ പോലാരുമില്ല. സൂര്യനെ നീ വെളിച്ചമല്ലോ, കുഞ്ഞാടെ നീ യാഗമായല്ലോ. സിംഹമേ നീ പ്രതാപിയല്ലോ, യേശുവേ നീ എന്നാശ്രയം. നീതി സൂര്യനെ നീ വെളിച്ചമല്ലോ, കുഞ്ഞാടെ നീ യാഗമായല്ലോ. സിംഹമേ നീ പ്രതാപിയല്ലോ. സത്യസത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവവചനം കേൾക്കുവാനായി
കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. നാം ഇന്ന് ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് പോകുന്നത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 35 മുതൽ 41 വരെയുള്ള വേദഭാഗത്തെ അടിസ്ഥാനമാക്കിയാണ്. ജീവിതയാത്രയുടെ സുരക്ഷിതത്വത്തിന് ആവശ്യമുള്ള 4 പ്രമാണങ്ങൾ എന്നതാണ് നമുക്കിന്ന് ചിന്തിക്കാനായിട്ടുള്ളത്. എൻ്റെ പ്രിയരെ, മനുഷ്യൻ്റെ ഈ ലോക ജീവിതത്തെ ഒരു സമുദ്രയാത്രയോട് ചിന്തകന്മാരായിട്ടുള്ള വ്യക്തികൾ ഉപമിക്കാറുണ്ട്. ലോകമാകുന്ന സമുദ്രത്തിൽ കൂടി ജീവിതമാകുന്ന പടകിന്മേൽ വിശ്വാസമാകുന്ന പങ്കായം കൊണ്ട് തുഴഞ്ഞു നീങ്ങുന്ന ഒരു യാത്ര, അക്കരെ ദേശത്തേക്കുള്ള യാത്ര അഥവാ ജീവിതയാത്ര. എന്നാൽ ഈ ലോക സമുദ്രത്തിൽ അപ്രതീക്ഷിതമായിട്ട് ഏത് സമയത്ത് വേണമെങ്കിലും അലകളും തിരകളും ഇളകി മറിയാം എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് ജീവിതയാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ചില മുൻകരുതലുകൾ എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. നമുക്കറിയാം, ജലയാത്ര ചെയ്യുന്ന ആളുകളെല്ലാം മുൻകരുതലുകൾ സ്വീകരിക്കാറുണ്ട്. ലൈഫ് ബോട്ടുകൾ, ലൈഫ് ജാക്കറ്റുകൾ, അങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ വെച്ചാണ് ജലയാത്ര സുരക്ഷിതമായിട്ട് ചെയ്യുന്നത്. ഈ ലോക സമുദ്രത്തിൽ കൂടി സഞ്ചരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചും ഇങ്ങനെ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ട ആവശ്യമുണ്ട്. ശരിയായ മുൻകരുതലുകളില്ലാതെ അക്കരയ്ക്ക് കടക്കാനായിട്ട് ശ്രമിക്കുന്ന ഹതഭാഗ്യരായിട്ടുള്ള അനേകം ആളുകൾ, നമുക്കറിയാം, അഭയാർത്ഥികളായിട്ടുള്ള വലിയ കൂട്ടങ്ങൾ മധ്യധരണ്യാഴിക്കടലിൽ മുങ്ങി മരിച്ചു എന്ന സങ്കടകരമായിട്ടുള്ള വാർത്തകൾക്ക് പലപ്പോഴും നമ്മൾ സാക്ഷികളായിട്ട് തീർന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഏത് സമയത്തും ഇളകി മറിയാവുന്ന ഒന്നത്രേ ഈ ലോക സമുദ്രം. ഈ ലോക ജീവിതത്തിൽ ജീവിത പടകിന്മേൽ മാരകമായിട്ടുള്ള അലകളും തിരകളും ഏത് സമയത്തും അലയടിച്ച് കയറാം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള വസ്തുതയാണ്. മാരകമായിട്ടുള്ള രോഗങ്ങൾ, പ്രകൃതി ക്ഷോഭങ്ങൾ, ക്ഷാമങ്ങൾ, യുദ്ധങ്ങൾ, ഭൂകമ്പങ്ങൾ, കുടുംബ തകർച്ചകൾ, നമുക്കറിയാം സാമ്പത്തിക പ്രശ്നങ്ങൾ, അതുപോലെ കൊലപാതകങ്ങൾ, മദ്യപാനം, മയക്കുമരുന്ന്, അതുപോലെ ഭീകരപ്രവർത്തനങ്ങൾ, ഇങ്ങനെ നാനാതുറത്തിലുള്ള പ്രതിസന്ധികൾ മനുഷ്യൻ്റെ ജീവിത പടകിന്മേൽ ഏത് സമയത്തും ആഞ്ഞടിക്കാനായിട്ട് സാധ്യത ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നോക്കുക, ശരിയായിട്ടുള്ള മുൻകരുതലുകളില്ലെങ്കിൽ എത്രയോ മനുഷ്യർ പല നിലയിൽ ഈ ജീവിതയാത്ര ആത്മഹത്യയിലൂടെ അവസാനിപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നിരാശയുടെയും നടുക്കത്തിൻ്റെയും കാലിമ വീണ ഈ സാഹചര്യത്തിൽ വാസ്തവത്തിൽ ആശയ്ക്ക് വല്ലതും മനുഷ്യൻ്റെ മുൻപിലുണ്ടോ? പ്രത്യാശയുടെ എന്തെങ്കിലും ഒരു കിരണം മനുഷ്യൻ്റെ മുന്നിലുണ്ടോ? ഉണ്ട് എന്നുള്ളതാണ് വിശുദ്ധ തിരുവെഴുത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു എന്ന ഒരു വ്യക്തിയെ വിശുദ്ധ ബൈബിൾ നമ്മളെ പരിചയപ്പെടുത്തുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ 366 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവനയുണ്ട്: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. 366 എന്നുള്ളത് ഒരു അതിവർഷത്തെ ദിവസത്തിൻ്റെ സംഖ്യയ്ക്കൊത്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ജീവിതയാത്രയുടെ സുരക്ഷിതത്വത്തിനുള്ള ഒന്നാമത്തെ പ്രമാണം എന്ന് പറയുന്നത് യാത്ര കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ ആയിരിക്കണം എന്നുള്ളതാണ്. നമുക്കൊരു വേദഭാഗം വായിക്കാം. മർക്കോസ് 4:35 മുതൽ 37 വരെ വാക്യങ്ങൾ ഞാൻ വായിക്കാം. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിലിരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റ് ചെറു പടകുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തിര തള്ളി കയറുക കൊണ്ട് അത് മുങ്ങുമാറായി. ഭൂമിയിൽ ഇരുട്ട് വീണ് തുടങ്ങുന്ന സമയത്താണ് കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്, ഇനി നാം അക്കരയ്ക്ക് പോക എന്ന്. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തു വളരെ തിരക്കുള്ള ഒരു ജീവിത ക്രമമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. വളരെ അധ്വാന ഭാരമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. രാത്രിയിൽ സന്ധ്യയാകുമ്പോൾ വിശ്രമിക്കാമെന്നല്ല അവൻ പറയുന്നത്, ഇനി നമുക്ക് അക്കരയ്ക്ക് പോകാം എന്നാണ് പറയുന്നത്. അക്കരയ്ക്ക് പോവുക എന്ന് വെച്ചാൽ പ്രാഥമികമായിട്ട് ഗലീലാക്കടലിൻ്റെ അക്കരയ്ക്ക് പോവുക എന്നാണ് അർത്ഥമാക്കിയിട്ടുള്ളത്. നമ്മൾ ശ്രദ്ധിക്കുക, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിർദ്ദേശപ്രകാരം യേശു ഉള്ള പടകിലാണ് അവർ അക്കരയ്ക്ക് പോകുന്നത്.
അതാണ് അവരുടെ ജീവിത യാത്രയുടെ സുരക്ഷിതത്വത്തിനുള്ള ഒന്നാമത്തെ പടി എന്ന് പറയുന്നത്. അതാണ് അപരിചിതവും അപകടകരവുമായിട്ടുള്ള വഴിയിൽ കൂടി യാത്ര ചെയ്യുന്ന ആളുകൾ, നമുക്കറിയാം, ഒരു പരിചിതനായ ഗൈഡിനെ കൂടെ കൊണ്ടു നടക്കാറുണ്ട്. നമുക്ക് അപരിചിതമായ ജീവിതത്തിൻ്റെ പാതകളിൽ കൂടി സഞ്ചരിക്കുമ്പോൾ സ്വർഗവും ഭൂമിയും ചമച്ചവനായ കർത്താവിനോട് കൂടെ ജീവിതയാത്ര ചെയ്യുക എന്നുള്ളത് പ്രിയപ്പെട്ടവർ, അതിൽപ്പരം ഒരു സുരക്ഷിതത്വത്തിൻ്റെ വഴി വേറെ ഒന്നും ഇല്ല എന്നുള്ളത് പ്രത്യേകം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയാണ്. സങ്കടവശാൽ ഇന്ന് ലോകത്തിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളും യേശുവിനെ കൂടാതെ ജീവിതയാത്ര ചെയ്യുന്നവരാണ്. അങ്ങനെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. എന്താണ് അവരുടെ താല്പര്യം? യേശു അവർക്കൊരു അസൗകര്യമാണ് എന്ന് അവർ ചിന്തിക്കുന്നതാണ്. തങ്ങളുടെ പാപവഴിയിൽ ജീവിക്കുവാൻ യേശു കൂടെ ഉള്ളത് ഒരു അസൗകര്യമാണ് എന്ന് അവർ ചിന്തിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, യേശു കൂടെയില്ലാതുള്ള ജീവിതയാത്ര ഏത് സമയത്ത് വേണമെങ്കിലും ജീവിതത്തിലെ പ്രതിസന്ധികളാലും പ്രതികൂലങ്ങളാലും ആ ജീവിത പടകിന്മേൽ വന്ന് അടിക്കുമ്പോൾ അത് തകർന്ന് നശിച്ചു പോകാനായിട്ടുള്ള വലിയ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ആകയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശുവിനോട് കൂടെ യാത്ര ചെയ്യുക. യേശു നിങ്ങളുടെ പടയിലുണ്ട് എന്നുള്ള ഉറപ്പോടുകൂടി യാത്ര ചെയ്യുക. പലപ്പോഴും മനുഷ്യൻ്റെ പാപങ്ങളാണ് യേശുവിനോട് ഒന്നിച്ച് സഞ്ചരിക്കാനായിട്ടുള്ള തടസ്സം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, പാപങ്ങൾ കർത്താവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിനായിട്ട് ഹൃദയം സമർപ്പിച്ച് അവനോടൊപ്പം ജീവിതയാത്ര ചെയ്യുക. അതാണ് ജീവിതയാത്രയുടെ വിജയത്തിൻ്റെ ഒന്നാമത്തെ പ്രമാണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രമാണം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ജീവിതയാത്രയിൽ യേശു അമരക്കാരനായിരിക്കണം. അതാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. നമുക്ക് ആ വേദഭാഗം വായിക്കാം. മർക്കോസ് 4-ാം അധ്യായത്തിൻ്റെ 38-39 വാക്യങ്ങൾ. അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരോ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് കൽപ്പിച്ചു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. ശിഷ്യന്മാരുടെ അമരക്കാരൻ കർത്താവായ യേശു ക്രിസ്തു ആയിരുന്നു എന്ന് ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പക്ഷേ സാധാരണ പടക് അമരത്തിരിക്കുന്ന അമരക്കാരനാണ് പടക് നിയന്ത്രിക്കേണ്ടത്. ഇവിടെ പടക് നിയന്ത്രിക്കേണ്ട വ്യക്തി അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പങ്കായം തുഴയുന്നില്ല, അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ കാഴ്ച ശിഷ്യന്മാരെ അല്പം ചൊടിപ്പിച്ചിരിക്കാനായിട്ട് സാധ്യതയുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്താണ് ശിഷ്യന്മാർ പറയുന്നത്? ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് അവർ കർത്താവിനോട് ചോദിക്കുന്നതിൽ അവർക്ക് അമർഷമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ജീവന് വേണ്ടി തങ്ങൾ പ്രാണഭീതിയോടെ അധ്വാനിക്കുമ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാത്തവനായിട്ട് കർത്താവായ യേശു ക്രിസ്തു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ശിഷ്യന്മാർക്ക് ഇവിടെ ഒരുപക്ഷെ അല്പം ദുരൂഹത കൂടി അവർക്ക് ഉണ്ടായിക്കാണാൻ സാധ്യതയുണ്ട്. യേശു ഉറങ്ങുകയായിരുന്നു എന്നത് നേര് തന്നെ. കാരണം അധ്വാന ഭാരം ഉണ്ടാകുമ്പോൾ ഉറക്കവും മയക്കവും ആവശ്യമുള്ള ഒരു മനുഷ്യ ശരീരം തനിക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. ശിഷ്യന്മാർക്ക് തത്സമയത്ത് അത്രയും മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചുള്ളൂ. ഓർക്കണം പ്രിയപ്പെട്ടവരെ, യേശു കേവലം ഒരു മനുഷ്യൻ മാത്രമായിരുന്നില്ല. ഈ അഖിലാണ്ടത്തെ ഇല്ലായ്മയിൽ നിന്ന് ഉളവാക്കിയ സർവശക്തനായിട്ടുള്ള മഹാദൈവവും ആയിരുന്നു അവൻ. തങ്ങളുടെ പരിഭ്രമത്തിൽ, തങ്ങളുടെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ശിഷ്യന്മാർ ആ മഹത്തായിട്ടുള്ള കാര്യം വിസ്മരിച്ചു കളഞ്ഞു. ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ആ വിചാരമുള്ളത് കൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു അനന്തതയ്ക്കപ്പുറത്ത് നിന്ന് ഒരു മനുഷ്യനായിട്ട് ഈ ലോകത്തിൽ വന്നത്. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നാണ് വിശുദ്ധ തിരുവെഴുത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. വാസ്തവത്തിലെ ശിഷ്യന്മാർ നിലവിളിച്ചതും അപേക്ഷിച്ചതും അവർ പ്രാർത്ഥിച്ചതും ഒക്കെ ഒരു നല്ല കാര്യം തന്നെയാണ്. കാരണം ദൈവത്തിൻ്റെ ജനം എവിടെയെല്ലാം നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ അതെല്ലാം കേൾക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ചെവികൾ തുറന്നാണിരിക്കുന്നത്. നാം വായിക്കുന്നു, യേശു ഉണർന്നു എന്ന് നാം വായിക്കുന്നു. യേശു ഉണർന്നു. തൻ്റെ ജനത്തിൻ്റെ നിലവിളി കേട്ടാൽ ഉണരുന്നവനാണ് നമ്മുടെ കർത്താവ്. പ്രിയപ്പെട്ടവരെ, ഉണർന്നു എന്ന് വെച്ചാൽ അവൻ പ്രവർത്തന നിരതനായി എന്നാണ് നമുക്ക് അർത്ഥമാക്കേണ്ടത്. അവൻ പ്രവർത്തന നിരതനായി, യേശു പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി.
കർത്താവ് അമരക്കാരനായിട്ടിരിക്കുന്ന ജനം ജീവിത സമരത്തിൽ മുങ്ങി നശിക്കാൻ ഒരിക്കലും അവൻ അനുവദിക്കുന്നതല്ല. യേശു ഉണർന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതയാത്രയിൽ യേശു നമ്മുടെ അമരത്തുണ്ട് എന്നുള്ള ഉറപ്പും നിശ്ചയവും നമുക്ക് ഉണ്ടായിരിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഉറപ്പ് നമുക്ക് ഉണ്ടായിരിക്കണം. ഇവിടെ ശിഷ്യന്മാരെ നോക്കുക. കഠിനമായ കൊടുങ്കാറ്റിൽ രൂക്ഷമായ പ്രതിസന്ധിയുടെ നടുവിൽ അവർ അകപ്പെട്ടിരിക്കുകയാണ്. അവരുടെ വഞ്ചി ഇപ്പോൾ മുങ്ങുമെന്ന് തോന്നും. ആ വഞ്ചിക്കകത്ത്, പടകിനകത്ത് പകുതി വെള്ളം നിറഞ്ഞു. എന്നാൽ അത് മുങ്ങുമോ? തീർച്ചയായിട്ടും അത് മുങ്ങുകയില്ല. കാരണം അത് മുങ്ങാതെ സൂക്ഷിക്കാൻ കഴിവുള്ളവൻ ആ പടകിലുണ്ട് എന്നുള്ളതാണ്. കർത്താവായ യേശുക്രിസ്തുവും ശിഷ്യന്മാരും ഗലീലാക്കടലിൽ മുങ്ങി മരിച്ചു എന്ന് വന്നാൽ അത് എന്തോ ഒരു വലിയ തമാശായി പോകും. യേശുക്രിസ്തു ജീവിതപ്പടകിലുള്ളവരുടെ ആരുടെയും ജീവിതം അങ്ങനെ ദുരന്തത്തിൽ കലാശിക്കയില്ല എന്നുള്ളത് നിശ്ചയമായിട്ട് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ഈ ശിഷ്യന്മാരെ പോലെ ആക്ഷരികമായിട്ട് കർത്താവിനോടുകൂടെ യാത്ര ചെയ്യാനായിട്ട് നമുക്ക് കഴിയയില്ല. എന്നാൽ വിശ്വാസത്താൽ ആത്മാവിൽ ഈ കർത്താവിനോടുകൂടെ ജീവിതയാത്ര ചെയ്യുവാൻ നമുക്ക് കഴിയും. ശിഷ്യന്മാരെ പോലെ ശാരീരികമായിട്ടുള്ള മരണത്തിൽ നിന്ന് കർത്താവിനോടുകൂടെ ഇന്ന് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് മരണത്തിൽ നിന്ന് ഒഴിവുണ്ട് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാനായിട്ട് പാടില്ല. പിന്നെയോ നമ്മൾ നശിച്ച് നരകത്തിൽ പോവുകയില്ല. കർത്താവായ യേശുക്രിസ്തുവിനോടുകൂടി ഇന്ന് വിശ്വാസത്താൽ യാത്ര ചെയ്യുന്ന ആളുകൾ മരിച്ചാലും ജീവിക്കും. അവർ നരകത്തിൽ പോകേണ്ടതായിട്ട് വരില്ല. നേരെ വിട്ടുപിരിഞ്ഞ് കർത്താവിനോടുകൂടി സ്വർഗത്തിലിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. യേശുവിനെ വിശ്വസിച്ചുകൊണ്ട് യാത്ര ചെയ്യണം. 4:40 വാക്യമാണ്. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾ ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ വല്ലാതെ ഭയചകിതരായിപ്പോയി. കാരണം അവർക്ക് കർത്താവായ യേശുക്രിസ്തുവിനെ മുഴുവനായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ്. ദൈവത്തിലുള്ള വിശ്വാസം കുറയുന്ന വിശ്വാസികൾ ഭയചകിതരാകും. ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് നടുവിൽ അവർ ഭയചകിതരായി പോകും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നമ്മൾ ഭയചകിതരായി പോകുമ്പോൾ നോക്കണം, നമ്മുടെ ദൈവത്തെ നമ്മൾ വളരെ ചെറുതായിട്ട് കാണുകയാണ്. കനാൻ ദേശത്തേക്ക് പ്രവേശിക്കുവാൻ ഒറ്റുകാരെ അയച്ച ഇസ്രായേൽ ജനത്തെ നമുക്കറിയാം. കനാൻ ദേശത്തെ അനാഖ്യമല്ലന്മാരെ വലിയ ഭീകരരൂപികളായിട്ട് കണ്ട അവരുടെ ദൈവത്തെ വളരെ ചെറുതായിട്ട് കണ്ടു. എന്നാൽ ഭക്തനായ ദാവീദ് മഹാമല്ലനായ ഗോലിയാത്തിനെ നിസ്സാരനായിട്ട് കണ്ടു, ജയം നേടി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ പ്രശ്നങ്ങൾ നമുക്കാണ്, ദൈവത്തിന് നമ്മുടെ പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളല്ല എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ജീവിതയാത്ര ചെയ്യണം. 4ാമത്തെ പോയിന്റ് അതാണ്. യേശുവിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് നാം ജീവിതയാത്ര ചെയ്യണം. 4:41 വാക്യം. അവർ വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നല്ലോ, ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു. അല്പം മുമ്പ് വരെ കാറ്റിനെയും കടലിനെയും ഭയപ്പെട്ടിരുന്നവര് ഇപ്പോൾ കാറ്റിനെയും കടലിനെയും അല്ല ഭയപ്പെടുന്നത്. പിന്നെയോ കാറ്റിനെയും കടലിനെയും അടക്കിയവനെയാണ് ഭയപ്പെടുന്നത്. തങ്ങൾ മനസ്സിലാക്കിയതിനേക്കാളും വളരെ വലിയവനാണ് കർത്താവായ യേശുക്രിസ്തു എന്ന തിരിച്ചറിവ് അവരിൽ ഭയമുളവാക്കി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വലിയ അലകൾ ഇളക്കിക്കൊണ്ട് ചീറിയെടുത്ത കൊടുങ്കാറ്റും അലമാലകളും നിമിഷാർത്ഥം കൊണ്ട് കർത്താവായ യേശുക്രിസ്തു അടക്കി എന്ന് നമുക്ക് ഇവിടെ ഈ വേദഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കും. മനുഷ്യരുടെ ഏതുവിധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും കർത്താവ് ഉദ്ദേശിക്കുന്ന മാത്രയിൽ നിമിഷാർത്ഥം കൊണ്ട് പരിഹാരം വരുത്തുവാൻ അവന് കഴിയും എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമായിട്ട് ദൈവജനം മനസ്സിലാക്കിയിരിക്കേണ്ട ഒന്നാണ്. ശിഷ്യന്മാർ തമ്മിൽ ചോദിക്കുന്നത് എന്താണ്? ഇവൻ ആർ എന്നാണ് ചോദിക്കുന്നത്. ശിഷ്യന്മാർക്ക് യേശുവിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. യേശുക്രിസ്തു എന്ന അത്ഭുത വ്യക്തിയെ സ്വർഗത്തിലെത്തിയാലും ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കയില്ല. അത്രമാത്രം മഹത്വവാനായിട്ടുള്ള ഒരു വ്യക്തിയാണ് കർത്താവായ യേശുക്രിസ്തു എന്ന് നമുക്കറിയാം. യേശുക്രിസ്തുവിൻ്റെ സർവശക്തി തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി സദാ വ്യാപരിക്കുന്നതാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. എനിക്കും നിങ്ങൾക്കും വേണ്ടി അവൻ സദാ പ്രവർത്തന നിരതനാണ്. നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ അപേക്ഷ കേൾക്കുന്നവനാണ്. പക്ഷെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്?
നാം യേശുവിനോട് കൂടെ ജീവിതയാത്ര ചെയ്യണം. യേശു നമ്മുടെ അമരക്കാരനായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം ജീവിതയാത്ര ചെയ്യണം. യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് നാം ജീവിതയാത്ര ചെയ്യണം. എന്താണ് നമ്മുടെ യേശുവുമായിട്ട് ഒന്നിച്ചു പോകാൻ നമ്മുടെ തടസ്സം എന്താണ് എന്ന് പ്രിയപ്പെട്ട ശ്രോതാക്കളെ നാം പരിശോധിക്കണം. നമ്മുടെ പാപങ്ങളാണ് യേശുവുമായിട്ട് ഒന്നിച്ച് സഞ്ചരിക്കാൻ നമുക്ക് തടസ്സമെങ്കിൽ പ്രിയപ്പെട്ടവരെ നാം മാനസാന്തരപ്പെടണം. നാം കർത്താവിലേക്ക് തിരിയണം. യേശുവിനെ വിളിച്ചപേക്ഷിക്കണം. കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ജീവിതപ്പടയിൽ ഉണ്ട് എന്നുള്ള നിശ്ചയം വരുത്തിക്കൊണ്ട് നമുക്ക് ഈ ജീവിതയാത്ര ചെയ്യാം. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ യേശുവിനോട് കൂടെ യാത്ര ചെയ്യുവാനായിട്ടുള്ള അസുലഭമായിട്ടുള്ള അവസരമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. നമുക്ക് നഷ്ടപ്പെടാൻ കുറച്ച് പാപങ്ങൾ മാത്രമേ നമ്മുടെ ജീവിതത്തിലുള്ളൂ. ശാന്തിയും സമാധാനവും അനുഗ്രഹങ്ങളും സ്വർഗീയ പ്രത്യാശയും നിറഞ്ഞ ജീവിതം നമുക്ക് ലഭ്യമാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ നാം വിശ്വാസത്താൽ സ്വന്തമാക്കുന്നുവെങ്കിൽ അത് അനുഭവമാക്കുവാനായിട്ടുള്ള അവസരം നമുക്കുണ്ട്. ഈ കേട്ട വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായിട്ട് തീരട്ടെ എന്ന ആശംസയോടെ ഞാനിവിടെ നിർത്തുകയാണ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏകജാതനേ നീ ഏകരക്ഷകൻ, നീതിമാനം നീ ഏക പരിശുദ്ധൻ, അറിയുമെല്ലാം നീ ഏകജ്ഞാനിയാം, എന്നേശുവേ നീ അനന്യനാം. ഏകജാതനേ നീ ഏകരക്ഷകൻ, നീതിമാനം നീ ഏക പരിശുദ്ധൻ, അറിയുമെല്ലാം നീ ഏകജ്ഞാനിയാം, എന്നേശുവേ നീ അനന്യനാം. ഏകിടമാരാധന പാടിടാം സ്തുതികൾ, ഏകിടമാരാധന പാടിടാം സ്തുതികൾ, വണങ്ങിടാം അവൻ മുൻപിൽ, യേശുവെ പോലാരുമില്ല, വണങ്ങിടാം അവൻ മുൻപിൽ, യേശുവെ പോലാരുമില്ല. ഓരോ വ്യക്തിയുടെയും ജീവിതം ഒരു യാത്രയാണ്. ഓരോ യാത്രയ്ക്കും ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടാകും, ഒരു പര്യവസാനം ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൻ്റെ പര്യവസാനം, അതിൻ്റെ അവസാനം എവിടെയായിരിക്കും എന്നതിനെക്കുറിച്ച് നാം ചിന്തിച്ചിട്ടുള്ളവരാണോ? ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യം, ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ പര്യവസാനം ഒന്നെങ്കിൽ നരകത്തിൽ അല്ലെങ്കിൽ സ്വർഗത്തിൽ എന്ന രണ്ട് വഴികളാണ് ഉള്ളത്. ചിലരെങ്കിലും ചിന്തിക്കാറുണ്ട്, ഞാൻ എൻ്റെ മരണത്തോടു കൂടി എൻ്റെ ജീവിതം തീരുന്നു എന്ന് ചിന്തിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്. നരകത്തിൽ പോകുവാനായിട്ട് നാം പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. നാം പാപിയായതുകൊണ്ട് നിത്യമായ നരകത്തിന് അർഹരാണ്. നാം ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, നീതിമാന്മാർ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ വായിക്കുന്നുണ്ട്, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. പാപിയായിരിക്കുന്ന ഒരു മനുഷ്യന് ദൈവം വച്ചിരിക്കുന്ന നിത്യതമായിരിക്കുന്ന നരകമാണ്. നാം ഓരോരുത്തരും ആ നരകത്തിലേക്ക് ചെല്ലേണ്ടവരാണ്. എന്നാൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ട് തൻ്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിലൂടെ നിത്യമായ സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കും. സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം ചെയ്യേണ്ടത് ഇത്രമാത്രം: കർത്താവായ യേശു ക്രിസ്തു മരിച്ചത് എനിക്ക് വേണ്ടിയാണ്, ഞാൻ ചെയ്ത പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടിയാണ് കാൽവരിയിലെ ക്രൂശിൽ മരിച്ചത് എന്ന് ആര് ഹൃദയത്തിൽ വിശ്വസിക്കുന്നു അവന് കർത്താവായ യേശുവിനോടുകൂടെ വസിക്കുവാനായിട്ട് സാധിക്കും, സ്വർഗത്തിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കും. കർത്താവായ യേശു ക്രിസ്തു നിന്ദകളേറ്റത്, പീഡാസഹനങ്ങൾ സഹിച്ചത്,
മുൾക്കിരീടം വെച്ച് ആഞ്ഞടിച്ചത്, താടി രോമങ്ങൾ പറിക്കപ്പെട്ടത്, ചാട്ടുവാറ കൊണ്ട് അടിക്കപ്പെട്ടതെല്ലാം നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടിയാണ് എന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് ആ കർത്താവിനെ സ്വന്തം നാഥൻ രക്ഷിതാവുമായി സ്വീകരിക്കുന്നവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ ജീവിതയാത്രയുടെ അവസാനം സ്വർഗത്തിൽ എത്തുവാനായിട്ട് ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ആ നിലയിൽ പ്രവേശിക്കുവാൻ ഓരോരുത്തരെയും ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു. ദൈവം അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല പിതാവേ, കർത്താവേ, ഞങ്ങളുടെ ജീവിതയാത്ര ഇവിടം കൊണ്ട് അവസാനിക്കുകയല്ല, മറിച്ച് അതിനപ്പുറം 2 വഴികളുണ്ട് എന്ന് ഞങ്ങൾ ചിന്തിക്കുകയുണ്ടായി. സ്വർഗമുണ്ട്, നരകമുണ്ട്. കർത്താവേ, ഞങ്ങൾക്ക് നരകത്തിൽ പോകുവാനായിട്ട് ആഗ്രഹമില്ല, സ്വർഗത്തിൽ പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്നാൽ ഞങ്ങളെ സ്വർഗത്തിൽ പോകുവാനും തക്കവണ്ണം യോഗ്യരല്ല ഞങ്ങൾ. കാരണം ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ സമ്മതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ കുറവുകളുണ്ട് എന്ന് ഞങ്ങൾ സമ്മതിക്കുകയാണ്. കർത്താവ്, ആ പാപക്കുഴിയിൽ നിന്ന് കരകയറ്റുവാൻ കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കാൽവരിയിലെ ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, ആ വിശ്വാസം ഞങ്ങളുടെ ജീവിതത്തിന് വഴിത്തിരിവായി മാറുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കി തീർക്കണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കും കർത്താവിന് സ്വന്തം നാഥനും രക്ഷിതാവുമായിട്ട് സ്വീകരിക്കുവാൻ തക്കവണ്ണം ദൈവം അവരുടെ ഹൃദയങ്ങളെ തുറക്കണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ഇന്ന് ഭവനത്തിൽ സന്തോഷം വരുവാൻ, ഹൃദയത്തിൽ ആഹ്ലാദം വരുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന യാചനയെ അവിടുന്ന് കേട്ട് തോർത്ത് സ്തോത്രം. എല്ലാ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ ദൈവവചന സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായി എന്ന് ഞങ്ങൾ കരുതുന്നു. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം: അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ്, 126 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyasathyamai@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ മുഖേന ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും. ഞങ്ങളുടെ സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സന്ദർശിച്ചാലും ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യം സത്യം